ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ദീർഘമായി ശ്വസിച്ചു. എല്ലാം മുൻകൂട്ടി ഉറപ്പിച്ചതുകൊണ്ട് പരിഭ്രാന്തിയില്ല, പരവേശവും തോന്നിയില്ല. ഒരു പുസ്തകത്തിൽ നിന്ന് കീറിക്കളയുന്ന കടലാസുകളെപ്പോലെ ഞാനത് ചെയ്യും. പിന്നീട് ഒരിക്കൽ പോലും കഴിഞ്ഞ 3 വർഷങ്ങളെ ഓർക്കുകയേയില്ല. പ്രത്യേകിച്ചും അവസാന 9 മാസങ്ങളെ സ്വപ്നത്തിൽ പോലും നിനക്കില്ല. വീട്ടിലേക്ക് വേണമെങ്കിൽ ഞാൻ കൂടി വരാം, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കുഞ്ഞിനെ പിന്നെ ആരാ നോക്കുക? എമർജൻസിക്കാർ ഏർപ്പാട് ചെയ്തു തന്ന സ്ത്രീയുടെ ശബ്ദമാണ്. വേണ്ടെന്ന് തീർത്തും പറഞ്ഞു. പണവും കൊടുത്ത് അവളെ അയക്കുമ്പോൾ സംശയത്തിൻ്റെ തിരിഞ്ഞുനോട്ടം ഉണ്ടായിരുന്നുവോ എന്ന് ഓർമ്മയില്ല. ഭർത്താവ് വിദേശത്താണെന്ന് പറഞ്ഞത് വിസയുടെ പ്രശ്നം കൊണ്ടാണ് എത്താൻ പറ്റാതിരുന്നതെന്നും ചേർത്തിരുന്നു. പ്രേമവിവാഹം ആയതിനാൽ ബന്ധുക്കൾ ആരും ഇല്ലെന്നും വിശ്വസിപ്പിച്ചു. 200 രൂപ മേഡം. റെയിൽവേ സ്റ്റേഷന്റെ മുറ്റത്ത് എന്നെ ഇറക്കിവിട്ടതിനു ശേഷം ആ ഓട്ടോക്കാരൻ പോയി. വലിയ ബാഗും തോളിലിട്ട് കൈക്കുഞ്ഞുമായി ഞാൻ നടക്കുകയാണ്. ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പോലും തല അനങ്ങിയില്ല. കണ്ണുകളെ തറയിൽ കുത്തി കാലുകൾ ഇടറാതെ മുന്നോട്ട് വെച്ചു. നിർത്തിയിരുന്ന ട്രെയിനിൽ കയറിയപ്പോഴാണ് ശ്വാസം തിരിച്ചു കിട്ടിയത്. തിരക്ക് തീരെയില്ല, അത് അനുകൂലമായിരുന്നു. കയറിയ കമ്പാർട്ട്മെന്റിൽ ആദ്യം കണ്ട സ്ത്രീയുടെ എതിരിൽ തന്നെ ഇരുന്നു. കൈക്കുഞ്ഞുമായി ഇരുന്നത് കൊണ്ടായിരിക്കണം ആ പ്രായമുള്ള സ്ത്രീ എന്നോട് ചിരിച്ചത്. ഒന്ന് നോക്കണേ, മുഖം കഴുകിയിട്ട് വരാം. സീറ്റിൽ വിരിച്ച വിരിപ്പിൽ കുഞ്ഞിനെ കിടത്തിയതിനു ശേഷം ഞാൻ പറഞ്ഞതാണ്. സമ്മതമെന്ന അർത്ഥത്തിൽ ആ സ്ത്രീ തലകുലുക്കി. തുടയിടുക്കിലെ വേദന സാരമാക്കാതെയാണ് നടന്നത്. ഇനി പോകാൻ ബോഗികളില്ലെന്ന് കാണുന്നത് വരെയുള്ള നീളത്തിൽ കിതച്ചു. തുടർന്ന് ട്രെയിൻ ചലിക്കുന്നത് വരെ ഡോറിൽ തൊട്ട് നിൽക്കുകയായിരുന്നു. വണ്ടി അനങ്ങിയെന്ന് കണ്ടപ്പോൾ പുറത്തേക്കിറങ്ങുകയും ചെയ്തു. ശേഷമാണ് കണ്ണുകൾ മാത്രം വെളിപ്പെടുത്തി തലവഴി മൂടിയ ഷാളെടുത്ത് മാറ്റിയതും മുന്നിൽ കണ്ട ഊടുവഴിയിലൂടെ സ്റ്റേഷന്റെ പുറത്തേക്കിറങ്ങിയതും. ഒരു റൂം വേണം. ബസ് സ്റ്റാൻഡിന് പരിസരത്തുള്ള ലോഡ്ജ് മുറി എടുത്തു. ബ്ലീഡിംഗ് നിൽക്കാത്തതുകൊണ്ട് അത് അത്യാവശ്യമായിരുന്നു. വയറൊഴിഞ്ഞിട്ട് 5 നാളുകളല്ലേ ആകുന്നുള്ളൂ. എടി, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. 1 വർഷമെങ്കിലും താങ്ങാനുള്ള ഏർപ്പാട് ചെയ്തു തരണം. ഞാൻ ഗർഭിണിയായ കാര്യം അതിൻ്റെ കാരണക്കാരനല്ലാതെ പരിചയമുള്ള ആർക്കും അറിയില്ല. ആരും അറിയാനും പാടില്ല. പ്രസവം നടന്ന ഈ സ്ഥലത്തേക്ക് ആയുസ്സിൽ ഒരിക്കൽ പോലും ഇനി വരരുത്. അബദ്ധത്തിൽ സംഭവിച്ചതായിരുന്നു എല്ലാം. അലസിപ്പിക്കാനായി പല ഡോക്ടർമാരെയും കണ്ടു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞു. ഏറെ വൈകി പോലും. അച്ഛാ, ഞാനൊരു കോഴ്സിന് ചേർന്നു. അത് കഴിഞ്ഞേ വീട്ടിലേക്ക് വരൂ. സംഗതി കൈവിട്ടു പോയെന്ന് തോന്നിയപ്പോൾ കാട്ടിയ സൂത്രമായിരുന്നു അത്. ശേഷമാണൊരു ജോലി സംഘടിപ്പിച്ച് ഈ നഗരത്തിലേക്ക് വന്നത്. തീരുമാനിച്ചതുപോലെ എല്ലാം കഴിഞ്ഞു. കുറ്റബോധമൊന്നും തോന്നിയില്ല. പ്രേമിച്ചവന്റെ വാക്കിൽപ്പെട്ടു പോയതാണ്. പോസിറ്റീവാണെന്നറിഞ്ഞിട്ടും അവൻ കൂടെ നിന്നില്ല. ആ ദേഷ്യം വയറിനോടല്ലാതെ ആരോടാണ് കാട്ടുക? കാട്ടി. കൊന്നുകളഞ്ഞില്ലല്ലോ. കബളിപ്പിക്കപ്പെട്ട സ്ത്രീ കുഞ്ഞിനെ പോലീസുകാർക്ക് കൊടുക്കുമായിരിക്കും. അവർ അവനെ അനാഥാലയത്തിലേക്ക് കൈമാറും. അതിനപ്പുറത്തേക്ക് യാതൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. എന്ത് കോലാടിത്? അമ്മച്ചിയായിപ്പോയല്ലോ നീ. 2 നാളത്തെ യാത്രയ്ക്ക് ശേഷം കണ്ടപ്പോൾ കൂട്ടുകാരി ചോദിച്ചതാണ്. ഞാൻ അവളോട് എല്ലാം തുറന്നു പറഞ്ഞു. ഒടുവിൽ പ്രസവത്തിൽ കുഞ്ഞു മരിച്ചെന്ന കള്ളവും ചേർത്തു. ആ നിമിഷമാണ് ഇത്രയെങ്കിലും കണ്ണുനീർ പൊടിഞ്ഞത്. പറഞ്ഞ കള്ള ഓർത്താണോ, ഉപേക്ഷിച്ച് കളഞ്ഞ സത്യത്തെ ഓർത്താണോ വിങ്ങി വിങ്ങി കാറിയതെന്ന് അറിയില്ല. കൂട്ടുകാരിയുടെ ആശ്വാസവാക്കുകളെല്ലാം പൊള്ളിച്ചു. ചെയ്തുപോയ അബദ്ധത്തിന്റെ ആഴം ഉള്ളിന് വേവിക്കുകയാണ്. വെന്ത മാംസത്തിന്റെ മണത്തിൽ പിന്നെയും എനിക്ക് മനം പുരട്ടി. 3 വർഷങ്ങൾ പാല് തിങ്ങുന്ന മുലകളുടെ വേദനയിൽ പിടിച്ച് കരഞ്ഞു തീർത്ത 3 യുഗങ്ങൾ. ശരീരം നന്നേ മെലിഞ്ഞുപോയെന്ന് തോന്നിയപ്പോഴാണ് വീട്ടിലേക്ക് പോയത്. ഇവിടെ നിന്നാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് കൂട്ടുകാരിയും പറഞ്ഞു. ഒരു യന്ത്രം പോലെയാണ് വീടിന്റെ മുറ്റത്തേക്കെത്തിയത്. കോലം കെട്ട രൂപമാണെന്ന് പറഞ്ഞ് കണ്ടയുടൻ അമ്മ തലയിൽ കൈവയ്ക്കുകയായിരുന്നു. ശരിയാണ്, പോയ കാലത്തിന്റെ അശരീരികൾ കാതിൽ മുഴങ്ങുമ്പോൾ കണ്ണുകൾ ഉറക്കം കിട്ടുമോ? സൂത്രത്തിൽ ഒഴിപ്പിച്ച വയറിന് വിശപ്പ് അനുഭവപ്പെടുമോ? ഇല്ല. ഞാൻ ഒഴികെയുള്ള ഏതൊരു മാതാപിതാക്കളുടെയും ചങ്ക് തകരുന്ന വിധം കോലം കെട്ടുപോയി. ഇനി നാട് വിട്ടെങ്ങും പോകുന്നില്ല നീ. ഞങ്ങൾ പറയുന്നതനുസരിച്ചാൽ മതി. അനുസരിച്ചു. അച്ഛനും അമ്മയും പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചു. അതിൽ പന്തികേടുണ്ടെന്ന് കണ്ട അച്ഛൻ എന്നെ കൗൺസിലിങ്ങിന് വരെ കൊണ്ടുപോയി. പഴയ ഊർജ്ജമില്ല പോലും. സംസാരം കുറഞ്ഞുപോലും. കണ്ണുകളിൽ സദാസമയം ദുഃഖം കെട്ടിക്കിടക്കുന്നു പോലും. ആർക്കും ഉപദ്രവം ഉണ്ടാക്കാത്തതുകൊണ്ട് മാത്രം ഭ്രാന്തിയെന്ന് വിളിച്ചില്ല. തടവിൽ പാർപ്പിച്ചുമില്ല. പകരം ഏതോ പ്രേമനൈരാശ്യത്തിൽ പെട്ടതുകൊണ്ടാണ് മകൾ ഇങ്ങനെയെന്ന കണ്ടെത്തലിൽ അവർ എന്നെ കല്യാണം കഴിപ്പിച്ചു. ദൂരെ നിന്ന് വരുന്ന തീവണ്ടിയുടെ ശബ്ദമായിരുന്നു ഊണിലും ഉറക്കത്തിലും. അതല്ലാതെ മറ്റേതെങ്കിലും ഉണർവ് എന്നിലുണ്ടെന്നറിയാൻ പിന്നെയും വർഷങ്ങളെടുത്തു. ഭർത്താവിന്റെ മുഖത്തേക്ക് പോലും മര്യാദയ്ക്ക് നോക്കാൻ കഴിഞ്ഞില്ല. കുറ്റബോധം, പശ്ചാത്താപം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ആ ബോധത്തെ ആവോളം വെറുത്തു.
ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതത്തിന് തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ തന്നെയാണ് കുരുന്നിനെ ഉപേക്ഷിച്ചത്. ആ വേളകളിലെല്ലാം ഉള്ളു കല്ലായിരുന്നു. കൂട്ടുകാരിയുടെ അടുത്തെത്തിയതിനു ശേഷമാണ് വൈകാരികമായത്. പേരുപോലും ഓർമ്മയില്ലാത്ത ഒരു ബൈസ്റ്റാൻഡറും ഡോക്ടറും ചില നഴ്സുമാരും മാത്രം. അറിഞ്ഞ ആ പരമമായ സത്യം അതിന്റെ അങ്ങേയറ്റത്തിൽ ബഹളം വയ്ക്കുകയാണ്. ആ സംഘർഷത്തിൽ വിഷാദിയായതിലും തുടർന്ന് മൗനിയായതിലും അത്ഭുതപ്പെടാനില്ല. നീതി എന്നതുണ്ടെങ്കിൽ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. അതെന്നെ പിന്തുടർന്ന് തിരിഞ്ഞുകുത്തിയിരിക്കുന്നു. ഞാൻ ഈ മണ്ണിൽ മലർന്നു വീണിരിക്കുന്നു. നിങ്ങളുടെ മോള് ശവമാണ്. വയ്യ, എന്നോട് ക്ഷമിക്കണം. വർഷമൊന്ന് തികയും മുമ്പ് വീട്ടിൽ കൊണ്ടുവിടുമ്പോൾ ഭർത്താവ് ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ. പാവം, അത്രയ്ക്കും സഹിച്ചിട്ടുണ്ടാകും. അച്ഛനും അമ്മയ്ക്കും മറുപടി ഉണ്ടായിരുന്നില്ല. കരയാതെ എല്ലാത്തിനോടും ഒരേ ഭാവത്തോടെ ജീവിതം വീണ്ടും തുടർന്നു. കീറിക്കളയാനോ മുറിച്ചു മാറ്റാനോ പറ്റാത്ത വിധം വർഷങ്ങൾ പിന്നെയും അതേ താളത്തിൽ മറിഞ്ഞു. ആരും കുറ്റപ്പെടുത്തിയില്ല. മോളുടെ പ്രശ്നം എന്താണെന്ന് കെഞ്ചി ചോദിച്ച് അച്ഛൻ കൂടുതൽ ചേർത്ത് പിടിക്കുകയായിരുന്നു. എന്നെ കാണുമ്പോഴെല്ലാം അമ്മ ശബ്ദം പുറത്തു വരാതെ കണ്ണുകൾ നനച്ചു. രണ്ടുപേരും എത്രത്തോളം കരുതൽ നൽകുന്നു അത്രത്തോളം തളർന്നു പോകുകയാണ്. മുഖം പോലും ഓർമ്മയിലില്ലാത്ത എന്റെ കുരുന്നിനോട് എനിക്കത് കാട്ടാൻ പറ്റിയല്ലോ. വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് മോള് റെഡിയാകും, ഒരിടം വരെ പോകണം. എവിടേക്കാണ് പോകുന്നതെന്ന് പോലും ചോദിക്കാതെ തയ്യാറായി. അമ്മയും കൂടെ ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴാണ് മനസ്സ് ഗൗരവപ്പെട്ടത്. ട്രെയിൻ വരാൻ വൈകുമെന്നറിഞ്ഞിട്ടും അതിന്റെ കൂവൽ കാതുകളിൽ നീളുകയാണ്. ഒരു മുഴുവൻ നാൾ എങ്ങനെയാണ് ട്രെയിനിലിരുന്നതെന്ന് ഇപ്പോഴും ഓർക്കാൻ പറ്റുന്നില്ല. ഇറങ്ങിയതിനു ശേഷം താമസിച്ച ഹോട്ടൽ മുറിയിലേക്ക് വരെ ചൂളം വിളി കേട്ടു. ആരുടെയോ വിവാഹത്തിനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ എത്തിപ്പെട്ടവർ തന്നെയാണ് ഹോട്ടലിലെ പല മുറികളിലുമെന്ന് മനസ്സിലായി. കൂടുതലൊന്നും അതേക്കുറിച്ച് ചിന്തിക്കാതെ ഞാൻ ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു. മോളെ, അതാരാണെന്ന് നോക്കൂ. അമ്മ കുളിക്കാണ്. അച്ഛൻ എവിടെ പോയെന്നറിയില്ല. ഞാൻ കതക് തുറന്നു. മുന്നിലൊരു സ്ത്രീയും പുരുഷനും നിൽക്കുന്നു. കൂടെ ഒരു ആൺകുട്ടിയും. അവരുടെ മോനാണെന്ന് തോന്നുന്നു. കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ മോനും ആ പ്രായത്തിലെത്തിയിട്ടുണ്ടാകുമെന്ന് തോന്നി. സ്ത്രീയുടെ കയ്യിൽ തളികയുണ്ട്. അതിൽ മധുരങ്ങളും. മോന്റെ പിറന്നാളാണ് പോലും. മധുരം കഴിക്കെന്ന് പറഞ്ഞ് ആ മിടുക്കൻ തന്നെ ചിലതൊക്കെ എടുത്തു തന്നു. ചിരിച്ചെന്ന അഭിനയത്തോടെ ഞാനത് വാങ്ങി. അപ്പോഴേക്കും അച്ഛൻ വന്നിരുന്നു. പിന്നീട് അവർ തമ്മിലായി സംസാരം. ആരാ മോളെ? കുളി കഴിഞ്ഞു വന്ന അമ്മ ചോദിച്ചതാണ്. ഞാൻ മിണ്ടിയില്ല. കഥകടച്ച് അച്ഛൻ അടുത്തേക്കെത്തിയപ്പോൾ അമ്മ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ആ മിടുക്കൻ തന്ന ജിലേബിയും ചോക്ലേറ്റും കയ്യിൽ പിടിച്ച് വെറുതെ ഞാനും കാതോർത്തു. നിനക്കറിയില്ലേ എന്റെ കൂടെ സർവീസിലുണ്ടായ മാധവേട്ടനെ? മുംബൈയിൽ സെറ്റിൽഡായ ആളുടെ മോനും ഭാര്യയാണ്. അവരുടെ മോന്റെ പിറന്നാളാണിന്ന്. ഈ ഹോട്ടലിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഇന്നത്തെ ഭക്ഷണം ആ വകയാണ്. ക്ഷണിക്കാൻ വന്നതാ. അറിയാം, കല്യാണത്തിന് നമ്മൾ പോയതല്ലേ. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ ട്രീറ്റ്മെന്റൊക്കെ ചെയ്തപ്പോ ശരിയായല്ലേ? അച്ഛനും അമ്മയും സംസാരിച്ചത് കേട്ടപ്പോൾ കടുത്ത ദുഃഖം തോന്നി. മകനെ മഹാഭാഗ്യം പോലെ കാണുന്നതുകൊണ്ടായിരിക്കില്ലേ പിറന്നാൾ പോലും ഇങ്ങനെ ആഘോഷിക്കുന്നത്? കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ പേര് ചികിത്സയും മറ്റുമായി നടക്കുമ്പോൾ ഞാൻ ചെയ്തതെന്താണ്? പെറ്റിട്ട് കടന്നു കളയാത്ത തെരുവുപട്ടിയുടെ മൂല്യം പോലും എനിക്കില്ല. ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ല. ഈ ശ്വാസം ഒന്ന് കളയാൻ ഞാൻ എത്ര വട്ടം ശ്രമിച്ചതാണ്. കുഞ്ഞിനെ കളയാനുള്ള ധൈര്യം കാണിച്ച എനിക്ക് അതിനുപോലും സാധിച്ചില്ല. തനിയെ നിന്നാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞ് കൂട്ടുകാരിയായിരുന്നു വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത്. എന്നെക്കൊണ്ട് അവർക്കെങ്കിലും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് കരുതി പറഞ്ഞതെല്ലാം അനുസരിച്ചു. വേട്ടയാടാൻ മാത്രം പാകം സാർത്ഥതയുടെ വിഷം എന്നിലുണ്ടായിരുന്നിരിക്കണം. മരണം വരെ അതിന് മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അമ്മയോടുള്ള അച്ഛന്റെ മറുപടി കേട്ടപ്പോൾ കൊണ്ടത് കൊടുങ്കാറ്റാണോ തെന്നലാണോ എന്ന് അറിയാതെ നിന്ന ഇടത്ത് തന്നെ ഇരുന്നുപോയി. മാധവേട്ടന്റെ ഭാര്യയ്ക്ക് ഈ കുഞ്ഞിനെ ട്രെയിനിൽ നിന്ന് കിട്ടിയതാണ്. മുഖം കഴിയിട്ട് വരാന്ന് പറഞ്ഞ് ഏതോ പെണ്ണെ ഏൽപ്പിച്ചിട്ട് മുങ്ങിക്കളഞ്ഞതാണെന്ന് പോലും. ഭാഗ്യമെന്നല്ലാതെ മറ്റെന്താ പറയുക. എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും ചെയ്ത് അവർ ആ കുഞ്ഞിനെ ഏറ്റെടുത്തു. ദൈവം വന്ന് കൊടുത്തതുപോലെ ആയില്ലേ? ആഘോഷിക്കാതിരിക്കുവോ? പതിവായി കേൾക്കുന്ന ട്രെയിനിന്റെ ചൂളമടിയേക്കാളും ഒച്ചത്തിലാണ് അച്ഛന്റെ ശബ്ദം കാതുകളിലേക്ക് പതിഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിങ്ങിപ്പോയി. ശരിയാണ്, എത്ര പശ്ചാത്തപിച്ചെന്ന് പറഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റുകളെല്ലാം ഓരോ ഇടവേളകളിലും തിരഞ്ഞുകൊത്തുക തന്നെ ചെയ്യും. ഒരു മനസ്സമാധാനവും ഇല്ലാതെ ഈ മണ്ണിൽ മലർന്നു വീഴുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.